കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന 3 അവിശ്വാസ പ്രമേയങ്ങളെ മറികടക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് തൃപ്പൂണിത്തുറ നഗരസഭയിൽ LDF ഇത്തവണ മത്സരിക്കുന്നത്. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ച് LDF പ്രചാരണ രംഗത്ത് സജീവമാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFന്റെ 2 സിറ്റിംഗ് സീറ്റുകളും പിടിച്ചെടുത്ത് സീറ്റ് നില മെച്ചപ്പെടുത്തിയത് BJPക്ക് കരുത്തു പകരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നഗരസഭയിൽ നടക്കുക. രാജനഗരിയുടെ സിംഹാസനമേറാൻ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് 3 മുന്നണികളും. LDF ആണ് നിലവിൽ തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിലെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് LDF വീണ്ടും ജനസമ്മതി തേടുന്നത്. നഗരവികസനം, കുടിവെള്ള വിതരണം, മാലിന്യ സംസ്കരണം തുടങ്ങി നിരവധി നേട്ടങ്ങളുണ്ട് LDFന് ചൂണ്ടിക്കാണിക്കാൻ. ഈ ഭരണസമിതി വന്നതിന് ശേഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള തനത് വരുമാന വർധനവും ഒക്കെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു ഘട്ടത്തിൽ വിചാരിച്ച പ്രവർത്തനങ്ങൾ പോലും നമ്മൾക്ക് വളരെ നന്നായി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ വികസനത്തിലൊരു കുറവും ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിലോ മറ്റോ ഞങ്ങൾക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വികസന സദസ്സ് നടത്തി. ആ വികസന സദസ്സ് നമ്മളൊരു ബുക്ക്ലെറ്റായിട്ട് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ തുടർന്ന് വരുന്ന ഈ ഡിസംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ തുടർ ഭരണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം. നഗരത്തിന്റെ സാംസ്കാരിക തനിമ മുറുകെ പിടിച്ചുള്ള വികസനമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. രാജനഗരിയുടെ പൈതൃകവും ടൂറിസം സാധ്യതകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് BJPയുടെ വികസന ലക്ഷ്യം. തൃപ്പൂണിത്തുറയ്ക്ക് സ്വന്തമായിട്ടൊരു പൈതൃകമുണ്ട്. തൃപ്പൂണിത്തുറയുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സാധാരണ ജനങ്ങൾ ഞെട്ടിപ്പോകുന്ന തരത്തിലാണ്. 72 പാലസുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തൊരിടത്തും, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തൊരിടത്തും ഇങ്ങനെ ഏതാണ്ട് 500 മീറ്ററിനുള്ള 75 പാലസുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. വാസ്തവത്തിൽ വാരണാസി പോലെയും ഉജ്ജയിനി പോലെയൊക്കെയുള്ള വലിയ പുരാതന പ്രാചീന നഗരങ്ങളെപ്പോലെ, പൈതൃക നഗരങ്ങളെപ്പോലെ വളർന്ന് വലിയൊരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അതിനെയൊന്നും വളരെ വിജയകരമായിട്ടും വരുമാനമുണ്ടാക്കുന്ന തരത്തിൽ ഉപയോഗിക്കാനും അല്ലെങ്കിൽ പൈതൃകത്തെ സംരക്ഷിക്കാനും ഇതുവരെ ഈ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ തൃപ്പൂണിത്തുറയെ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു സംഭവം കൂടി BJPയുടെ ഈ ഭരണം കൊണ്ട് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ആകെ 49 അംഗങ്ങളുള്ള നഗരസഭയിൽ LDFന് 23, BJPക്ക് 17, UDFന് 8, ഒരു സ്വതന്ത്ര അംഗവുമാണ് ഉള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ തുടക്കത്തിൽ BJPക്ക് 15 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 LDF അംഗങ്ങൾ മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കാണ് നേട്ടമുണ്ടായത്. LDFന്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്താണ് 15-ൽ നിന്നും 17-ലേക്ക് BJP വളർന്നത്. ഇത് വലിയ ആത്മവിശ്വാസമാണ് BJPക്ക് ഉണ്ടാക്കിയത്. 1980-ൽ രൂപീകൃതമായ നഗരസഭ കൂടുതൽ കാലവും ഭരിച്ചത് LDF ആണ്. എന്നാൽ നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് UDF ഭരിച്ചപ്പോഴായിരുന്നുവെന്നാണ് UDFന്റെ വാദം. ശ്രീ R. വേണുഗോപാലിൻ്റെ കാലത്താണ് ഇവിടെ ഒരു കൂത്തമ്പലം സ്റ്റാച്യു ജംഗ്ഷനിൽ ശ്രീ K. ബാബു MLA അന്ന് MLAയും മന്ത്രിയുമായിരുന്നു. അദ്ദേഹവും നഗരസഭാ ഭരണസമിതിയും ചേർന്നാണ് ആ കൂത്തമ്പലം സ്ഥാപിച്ചത്. ഇന്ന് അതിൽ നിന്ന് നല്ലൊരു വരുമാനം നഗരസഭയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ കണ്ണംകുളങ്ങരയിൽ ഒരു മാൾ ഉണ്ടാക്കുന്നതും ആ UDFന്റെ ഭരണസമിതിക്കാണ് സാധ്യമായത്. അപ്പോൾ ഒരു പദ്ധതികൾ ആവിഷ്കരിച്ച പദ്ധതി നടപ്പിലാക്കാനോ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വികസനങ്ങൾ കൊണ്ടുവരാനോ ഇവർക്ക് സാധ്യമായിട്ടില്ല. ഇപ്പോഴത്തെ ഭരണസമിതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചും വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുമാണ് UDF പ്രചാരണം. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.